ഹായ്, ഇന്ന് നമുക്കൊരു കാതുകുത്തലൊന്ന് കണ്ടാലോ? അതിന് വേണ്ട പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് അതിൻ്റെ ടൂൾ ബോക്സ് കേട്ടോ. അപ്പോൾ കാതുകുത്താനുള്ള മെയിനായ ഐറ്റമാണ് ഈ ഗണ്ണ്. ഇതിലാണ് നമ്മൾ കമ്മൽ ഫിക്സ് ചെയ്യണത്. പിന്നെ വേണ്ടത് ഒരു പെന്ന്, മാർക്കർ. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാം. ഇത് സൈസ് വ്യത്യാസമുള്ള സ്റ്റഡുകൾ ഇടാനുള്ള പാർട്സാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പാർട്സ് കൂടെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റഡ്. ഇത് കളേഴ്സും അവൈലബിളാണ്, പിന്നെ വൈറ്റ് കളറും അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ടൈപ്പിൽ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ ഒരു പാക്കറ്റിൽ 12 എണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് 12 എണ്ണം ഉണ്ടാവും, കളേഴ്സ് ആണെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് 12 എണ്ണം ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ആസ്ട്രിജൻ്റ് ആണ് കേട്ടോ. ആസ്ട്രിജൻ്റ് നമുക്ക് ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ ആയിട്ട് യൂസ് ചെയ്യാനാണ്. അത് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ടിഷ്യൂ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ആദ്യം അടയാളപ്പെടുത്താം. എങ്ങനെയാണ് നമുക്ക് ഏത് ലെവലിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അടയാളപ്പെടുത്താം. 2 ഭാഗവും സൈസ് കറക്റ്റ് ആവാനായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ചിലപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കയറിപ്പോയി ഒന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കർ വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തുന്നത്. അത് കുറച്ച് മുകളിലേക്കാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കുത്തുകയാണെങ്കിൽ ഒന്നുകൂടെ കറക്റ്റായിരിക്കും. എന്നിട്ട് അവരുടെ അടുത്തും കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് ഒന്ന് അഭിപ്രായം ചോദിക്കുക കേട്ടോ. കറക്റ്റായോ, ലെവല് അവർക്ക് ഓക്കെ ആണോ? ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചത് കുറച്ച് കയറിയിട്ടായിരിക്കാം, കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സ്ട്രൈറ്റ് ആയിട്ട് അടിക്കാൻ പറ്റില്ല. അവരുടെ അടുത്തും കൂടെ അഭിപ്രായം ചോദിക്കുക. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതും കൂടെ ഒന്ന് അഭിപ്രായം ചോദിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റഡിൻ്റെ പാക്കറ്റ് പൊളിക്കാം. എന്നിട്ട് സ്റ്റഡ് ഗണ്ണിലോട്ട് ഫിക്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു പോയിൻറ്റിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. നമ്മൾ മാക്സിമം കയ്യിലെടുത്തിട്ട് ഇടരുത് ഗണ്ണിലോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. സ്റ്റഡ് സ്കിന്നിൻ്റെ അകത്തോട്ട് കയറിയിട്ടല്ലേ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ഇൻഫെക്ഷൻ വരും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കൈ അതിൽ മുട്ടാതെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഗണ്ണിലോട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ റിയാക്ഷനാണ് ഈ കാണുന്നത്. ചെവിയിലായതുകൊണ്ട് അധികം ഇല്ല, മൂക്കിലാണെങ്കിൽ കുറച്ചുകൂടെ വേദന കൂടുതലായിരിക്കും. എന്നിട്ട് ആ സ്റ്റഡിൻ്റെ തിരിവ് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. കാരണം ഗണ്ണിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടത് ടൈറ്റ് ആവില്ല. ജസ്റ്റ് അതൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ എടുത്ത സംഭവമാണ് സ്റ്റഡ്. ഇത് തിരിവാണ് കേട്ടോ. മുകളിൽ കണ്ടത് തിരിവാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തിരിവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെവിയിലും കൂടെ അങ്ങോട്ട് അടിക്കാം. എല്ലാവരും ഇത്ര ധൈര്യത്തിലൊന്നും ഇരിക്കില്ല കേട്ടോ. ചിലവരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിക്കാറാവുന്ന ടൈമിലായിരിക്കും ചേച്ചി ഒരു മിനിറ്റ് എന്നൊക്കെ പറയുക. അപ്പോൾ ചേച്ചിക്ക് എന്തായാലും അത്യാവശ്യം ധൈര്യമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയർ ഒന്ന് ചെയ്യാം. ഇത് ആസ്ട്രിജൻ്റ്. അപ്പോൾ അത് നമുക്ക് ആൻറ്റിസെപ്റ്റിക് ലോഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് പഴുക്കാതിരിക്കാനായിട്ട് ചെയ്യണതാട്ടോ. പിന്നെ എന്തായാലും ഇങ്ങനെ കുത്തുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവുമല്ലോ അവർക്ക്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് പെയിന് റിലീഫും ഉണ്ടാവും. പിന്നെ ആ കമ്മലിൻ്റെ ആ കല്ലുള്ള ഭാഗം പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം. അതാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊടുത്താലേ നമുക്ക് വേറെ ഗോൾഡിൻ്റെയോ ഒക്കെ കമ്മലിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിലോട്ട് കയറ്റാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാല് വണ്ണം കുറവാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റഡ് കുത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? കുഴപ്പമില്ല, ഒരു ചെറിയൊരു വേദന, അത്രയേ ഉള്ളൂ. കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു ഉമ്പ് അടിക്കണ വേദന, അത്രയേ ഉള്ളൂ. കഴിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല.
കുത്തുമ്പോൾ വേദന ഉണ്ടായിരുന്നില്ലേ? ഇല്ല ചെറുതായിട്ട്.